നമസ്കാരം. ഛന്ദഃ പാദൗ തു വേദസ്യ ഹസ്തൗ കൽപ്പോऽഥ പഠ്യത്തെ ജ്യോതിഷാമയനം ചക്ഷുഃ നിരുക്തം ശ്രോത്രമുച്യത്തെ ശിക്ഷാ ഘ്രാണം തു വേദസ്യ മുഖം വ്യാകരണം സ്മൃതം. വേദപുരുഷൻ്റെ മുഖമായിട്ട് വ്യാകരണത്തെ സ്മരിച്ചിരിക്കുന്നു. വ്യാക്രിയന്തേ വ്യുത്പാദ്യന്തേ സാധുശബ്ദാ അനേന അസ്മിന്നിതി വ്യാകരണം എന്ന് വ്യാകരണ ശബ്ദത്തിൻ്റെ നിഷ്പത്തി. വ്യാകരണശാസ്ത്രത്തിൻ്റെ മറ്റു പേരുകളാണ് സാധുശബ്ദജനകശാസ്ത്രം, ശബ്ദശാസ്ത്രം, ശബ്ദവ്യുത്പത്തിശാസ്ത്രം എന്നിങ്ങനെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2019 ജൂൺ മാസത്തിൽ ചോദിച്ച UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 വ്യാകരണം എന്ന ഭാഗത്തു നിന്ന് ചോദിച്ച ഒരു ചോദ്യവുമായാണ്. ചോദ്യം ഇതാണ്: അത്ര അശുദ്ധ പ്രയോഗശ്ചേതവ്യോജ് സന്ധൗ. അത്ര അശുദ്ധ പ്രയോഗ, ഇവിടെ ഏതാണ് അശുദ്ധമായിട്ടുള്ള പ്രയോഗമെന്ന് കണ്ടുപിടിക്കണം. അച്ഛസന്ധിയിൽ നിന്നുമുള്ള ഭാഗമാണ്. 4 ഓപ്ഷനുകൾ തന്നിരിക്കുന്നു. ഇതിലേതാണ് അശുദ്ധമായിട്ടുള്ള പ്രയോഗം? 1 നാവ്യം, 2 ഗാവ്യം, 3 ഗവ്യൂതിഹി, 4 ഹര ഇതി. 1 നാവ്യം, 2 ഗാവ്യം, 3 ഗവ്യൂതിഹി, 4 ഹര ഇതി. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ 2 ഗാവ്യം എന്നുള്ളതാണ്. ഗാവ്യം എന്നുള്ളതൊരു അശുദ്ധ പ്രയോഗമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷനുകൾ, അതായത് നാവ്യം, ഗവ്യൂതിഹി, ഹര ഇതി ഇവ ശുദ്ധമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ നാവ്യം. വാന്തോയി പ്രത്യയേ എന്നൊരു സൂത്രമുണ്ട്. വാന്തോയി പ്രത്യയേ അഷ്ടാധ്യായിയിൽ 6ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ പാദത്തിൽ 79ാമത്തെ സൂത്രമാണ്. വാന്തഃ യി പ്രത്യയേ ഇതി ത്രിപദം സൂത്രം. വാന്തഃ യി പ്രത്യയേ എന്ന് 3 പദമുള്ള സൂത്രമാണിത്. വ അന്തേ യസ്യ സഹ വാന്തഃ. വ അന്തത്തിൽ വരുന്നത് എന്താണോ അത് വാന്തം. ഏചുവയവായാവഹ ഇതി സൂത്രോപാത്തൗ അവാവോ വാന്തഃ. അപ്പോൾ വാന്തം എന്നാൽ ഏചുവയവായാവഹ എന്ന സൂത്രത്തിൽ പറഞ്ഞ അവ് ആവ് ഇതിനെയാണ് വാന്തമെന്ന് പറയുന്നത്. യി ഇതി സപ്തമ്യന്തം പ്രത്യയേ ഇതി ച. ഈ എന്നതും പ്രത്യയ എന്നതും സപ്തമ്യന്തമായിട്ടുള്ള പദമാണ്. ഈ ഇതി പ്രത്യയ ഇത്യസ്യ വിശേഷണം. പ്രത്യയ എന്നതിൻ്റെ വിശേഷണമാണ് ഈ. അതായത് ഈ പ്രത്യയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യകാരാദൗ പ്രത്യയേ പരേ എന്നാണ്. യകാരം ആദിയായിട്ടുള്ള പ്രത്യയം പരമിരിക്കുമ്പോൾ എന്നതാണ്. ഇനി സൂത്രാർത്ഥം പറയുന്നു: ഏവം ച യകാരാദൗ പ്രത്യയേ പരേ ഓദൗതോഹോ അവ് ആവ് ഏതൗ സ്തഃ ഇതി സൂത്രാർത്ഥഃ. യകാരം ആദിയായിട്ടുള്ള പ്രത്യയം പരമിരിക്കുമ്പോൾ ഓ ഔ ഇവകൾക്ക് അവ് ആവ് എന്നിവ ക്രമത്തിൽ വരും എന്നതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നു: ഗോ യത്ത് ഗവ്യം. ഗോ യത്ത് അത് ഗവ്യം എന്നായിട്ട് മാറും. എങ്ങനെയാണ്? ഗോ യത്ത് എന്നിരിക്കുമ്പോൾ യത്ത് എന്നത് യകാരമാദിയായിട്ടുള്ള പ്രത്യയമാണ്. അത് പരമിരിക്കുന്നത് കൊണ്ട് ഓ എന്നതിന് അവ് ആദേശം വന്ന് ഏതു സൂത്രം കൊണ്ട്? വാന്തോയി പ്രത്യയ എന്നുള്ള സൂത്രം കൊണ്ട് ഓകാരത്തിന് അവാദേശം വന്ന് ഗവ്യം എന്ന രൂപം കിട്ടുന്നു. അതാണ് പറയുന്നത് യഥാ ഗോ യത്ത് ഗവ്യം. ഗോഹോ വികാരഃ ഇത്യർത്ഥേ ഗോശബ്ദാത് ഗോപയസോർ യത് ഇതി സൂത്രേണ യത് പ്രത്യയേ തകാരസ്യ സംജ്ഞായാം ലോപേ ഗോയ ഇതി സ്ഥിതേ യത് പ്രത്യയേ വാന്തോയി പ്രത്യയേ ഇതി സൂത്രേണ ഓകാരസ്യ അവാദേശേ വിഭക്തികാര്യേ ഗവ്യം ഇതി രൂപം. ഇനി ഈ ഒരു സൂത്രത്തിൻ്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ 1 നാവ്യം വരുന്നത്. അതെങ്ങനെയാണ്? നൗ യത്ത് അതാണ് നാവ്യമായിട്ട് മാറുന്നത്. നൗ യത്ത് എന്നിരിക്കുമ്പോൾ യകാരമാദിയായിട്ടുള്ള പ്രത്യയം പരമിരിക്കുന്നു. അപ്പോൾ ഔവിന് ശേഷം നൗ എന്നുള്ളിടത്ത് ഔവിന് പരമായിട്ട് യകാരമാദിയായിട്ടുള്ള പ്രത്യയം ഇരിക്കുന്നു. അതുകൊണ്ട് ആ ഔകാരത്തിന്
ആവ് ആദേശം വന്ന് നാവ്യം എന്ന രൂപം വരുന്നു. അപ്പോൾ വാന്തോയി പ്രത്യയ എന്നുള്ള സൂത്രം പ്രവർത്തിച്ചിട്ടാണ് നാവ്യം എന്നുള്ള ശുദ്ധപ്രയോഗം നമുക്ക് കിട്ടുന്നത്. ഇനി ഓപ്ഷൻ 2 ഗാവ്യം തെറ്റാണ് എന്ന് പറഞ്ഞു. ഇനി ഓപ്ഷൻ 3 ഗവ്യൂതിഹി, അതെങ്ങനെയാണ് കിട്ടുന്നത്? ഗവ്യൂതിഹി അധ്വപരിമാണേച്ച എന്നൊരു വാർത്തികമുണ്ട്. അധ്വപരിമാണേച്ച മാർഗപരിമാണവിശേഷേ ഗമ്യ ഇതി യൂതി ഗമ്യേ യൂതിശബ്ദേ പരേ ഗോശബ്ദാവയവസ്യ ഓകാരസ്യ അവ ഇതി വാന്താദേശസ്യ ഉപസംഖ്യാനം. മാർഗപരിമാണം എന്നുള്ള അർത്ഥത്തിൽ യൂതിശബ്ദം പരമിരിക്കുമ്പോൾ ഗോശബ്ദത്തിൻ്റെ അവയവമായ ഓകാരത്തിന് അവ ആദേശം വരും എന്നതാണ് ഈ വാർത്തികത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണമാണ് ഗോ യൂതിഹി എന്നിരിക്കുന്നു. അത് ഗവ്യൂതിഹി എന്നായിട്ട് മാറുന്നു. എങ്ങനെയാണ്? ഗോ യൂതിഹി എന്നിരിക്കുമ്പോൾ മാർഗപരിമാണം എന്നുള്ള അർത്ഥത്തിൽ യൂതിശബ്ദം പരമിരിക്കുമ്പോൾ ഗോശബ്ദത്തിൻ്റെ അവയവമായ ഓകാരത്തിന് അവ ആദേശം വന്നിട്ട് ഗവ്യൂതിഹി എന്നായിട്ട് രൂപം മാറുന്നു. അപ്പോൾ അധ്വപരിമാണീച്ച എന്ന വാർത്തികം ഓർക്കാം, ഗവ്യൂതിഹി എന്ന സാധുശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 4ാമത്തെ ഓപ്ഷനാണ് ഹര ഇതി എന്നുള്ളത്. ഹര ഇതി എന്നുള്ളത് അതായത് പൂർവത്ര അസിദ്ധം എന്നൊരു സൂത്രമുണ്ട്. പൂർവത്ര അസിദ്ധം, ഈ സൂത്രത്തിൻ്റെ അർത്ഥം സപാദസപ്താധ്യായീം പ്രതി പരം ത്രിപാദ്യസിദ്ധ ത്രിപാദ്യാമപി പൂർവം പ്രതി പരം ശാസ്ത്രമസിദ്ധം എന്നതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. അതായത് സപാദസപ്താധ്യായിയെ സംബന്ധിച്ച് ത്രിപാദിയിലുള്ള സൂത്രങ്ങൾ അസിദ്ധമാണ്. ത്രിപാദി എന്ന് പറഞ്ഞാൽ അഷ്ടാധ്യായിയിലെ അവസാനത്തെ 3 പാദങ്ങൾ. അതിനു മുമ്പുള്ളവ സപാദസപ്താധ്യായി എന്ന് പറയും. അപ്പോൾ സപാദസപ്താധ്യായിയിലെ സൂത്രങ്ങളെ സംബന്ധിച്ച് ത്രിപാദിയിൽ പറയുന്ന സൂത്രങ്ങൾ അതിന് അസിദ്ധമാണ്, അതിനറിയില്ല എന്ന് പറയാം. അതുപോലെ ത്രിപാദ്യാമപി പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം, ത്രിപാദിയിലും പൂർവ്വസൂത്രങ്ങളെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന സൂത്രങ്ങൾ അതിന് അസിദ്ധമാണ് എന്നതാണ് പൂർവത്ര അസിദ്ധം എന്നുള്ള സൂത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നു ഹര ഇതി, അതായത് ഹരേ ഇതി എന്നിരിക്കുന്നു. അതാണ് ഹര ഇതി എന്നായിട്ട് മാറുന്നത്. എങ്ങനെയാണ്? ഹരേ ഇതി എന്നിരിക്കുമ്പോൾ ഏജോ അയവായാവഹ എന്ന സൂത്രം കൊണ്ട് ഏച്ചിന് ഹരേ എന്നുള്ളിടത്ത് ഏച്ചിന് ഐ ആദേശം വന്ന് ഹരയ് ഇതി എന്നായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ലോപശാകല്യസ്യ എന്നൊരു സൂത്രമുണ്ട്. ഈ സൂത്രത്തിൻ്റെ അർത്ഥം അവർണപൂർവയോഹോ പദാന്തയോർ യവയോഹോ ലോപോ വ അഷിപരെ, അവർണപൂർവമായിട്ടുള്ള പദാന്തമായിരിക്കുന്ന യാവ ഇവകൾക്ക് അശുപരമിരിക്കുമ്പോൾ ലോപം വരും എന്നതാണ് ലോപശാകല്യസ്യ എന്നുള്ള സൂത്രത്തിൻ്റെ അർത്ഥം. ഈ സൂത്രം വികൽപ്പേനയാണ് വിധിക്കുന്നത്. അപ്പോൾ ഹരയ് ഇതി എന്നിരിക്കുമ്പോൾ ഇവിടെ യ എന്നതിന് ലോപശാകല്യസ്യ എന്നുള്ള സൂത്രം കൊണ്ട് ലോപം വന്ന് ഹര ഇതി എന്നായിട്ട് മാറുന്നു. അപ്പോൾ അതാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഹര ഇതി എന്നുള്ളതും സാധു പ്രയോഗമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നു. ഹര ഇതി എന്നിരിക്കുമ്പോൾ ആദ്ഗുണ എന്ന സൂത്രം പ്രവർത്തിക്കാം, പക്ഷേ അത് പ്രവർത്തിക്കില്ല. കാരണം ആദ്ഗുണ എന്നുള്ള സൂത്രം സപാദസപ്താധ്യായിയിലാണ്, ലോപശാകല്യസ്യ എന്നുള്ള സൂത്രം ത്രിപാദിയിലാണ്. അപ്പോൾ ത്രിപാദിയിലുള്ള ലോപശാകല്യസ്യ എന്ന സൂത്രം പ്രവർത്തിച്ച് അവിടെ യകാരത്തിന് ലോപം വന്നു എന്നുള്ളത് ആദ്ഗുണ എന്നുള്ള സൂത്രം കൊണ്ട് വിധിക്കുന്ന ഗുണത്തിന് അസിദ്ധമാണ്. അതുകൊണ്ട് അവിടെ ഗുണം വരില്ല. അപ്പോൾ ഹര ഇതി എന്ന് തന്നെ രൂപം കിട്ടുന്നു. അതുപോലെ ലോപശാകല്യസ്യ എന്നുള്ള സൂത്രം വികൽപ്പേനയാണ് വിധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് യകാരത്തിന് ലോപം വരാത്ത പക്ഷവുമുണ്ട്. അപ്പോൾ ഹരയിതി എന്നൊരു സാധു രൂപം കൂടി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ നാവ്യം എന്നുള്ളത് ശുദ്ധപ്രയോഗമാണ് വാന്തോയി പ്രത്യയേ, ഗവ്യൂതിഹി എന്നുള്ളത്
പ്രയോഗമാണ്. അധ്വപരിമാണേച്ച എന്ന വാർത്തികം. ഹര ഇതി എന്നുള്ളതും ശുദ്ധപ്രയോഗമാണ് എന്ന് പൂർവത്രാസിദ്ധം ലോപശാകല്യസ്യ എന്നിങ്ങനെ ഓർക്കാം. നമസ്കാരം.